ഫ്രാൻസിൽ പ്രധാനമന്ത്രി മിഷേൽ ബേണിയറിന് അധികാര നഷ്ടം. പാർലമെന്റിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ബേണിയർ പരാജയപ്പെട്ടിരുന്നു. 331 വോട്ടുകൾ നേടിയാണ് അവിശ്വാസ പ്രമേയം പാസായത്. ബേണിയർ രാജിവെക്കുന്നതോടെ മന്ത്രിസഭയും പിരിച്ചുവിടും. അധികാരത്തിലെത്തി വെറും 3 മാസമായപ്പോഴാണ് മിഷേൽ ബേണിയറിന് അധികാരം നഷ്ടമാകുന്നത്. വോട്ടെടുപ്പില്ലാതെ ബജറ്റ് പാസാക്കുന്നതിനുള്ള ശ്രമമാണ് ബേണിയറിന് തിരിച്ചടിയായത്. ഇതിനെതിരെ ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഇടത് NFP മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ 331 MP-മാരാണ് പിന്തുണച്ചത്. സാമൂഹ്യ സുരക്ഷാ ബില്ലിനെ കുറിച്ചുള്ള തർക്കം മറികടക്കാൻ ബേണിയറിനായെങ്കിലും അടുത്ത വർഷത്തെ ബജറ്റിനെ കുറിച്ചുള്ള തർക്കത്തിൽ വീഴുകയായിരുന്നു. ആധുനിക ഫ്രാൻസിൽ ഏറ്റവും കുറഞ്ഞ സമയം അധികാരത്തിലിരുന്ന സർക്കാരായി ബേണിയർ സർക്കാർ മാറി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള ചുമതല. ജൂലൈക്ക് മുൻപായി പുതിയ തെരഞ്ഞെടുപ്പുകൾക്ക് ഫ്രഞ്ച് ഭരണഘടനാ പ്രകാരം അനുമതിയില്ല. ദേശീയ അസംബ്ലി കുറഞ്ഞത് 1 വർഷമെങ്കിലും നിലനിൽക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. 1962 ശേഷം ആദ്യമായാണ് ഫ്രാൻസിൽ സർക്കാർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താവുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.